ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. രാജ്ഭവന് നിയമോപദേശം കിട്ടി. മിനിറ്റുകൾക്കകം തന്നെ നടപടിയിലേക്ക് പോയിരിക്കുകയാണ്. രജിസ്ട്രാർക്ക് സസ്പെൻഷൻ. എന്താണ് പ്രതികരണം? അന്ന് ഏറ്റവും പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നത് SFI ആണല്ലോ. ഈ ഉപദേശം നൽകുന്നവരൊക്കെ കേവല മിനിമം ബുദ്ധിയുള്ള എന്നുള്ള പരിശോധന ആദ്യം തന്നെ ഉണ്ടാവണം. ഈ ഗവർണർ ഭരണഘടനക്ക് മുകളിലുള്ള ആളൊന്നും അല്ലല്ലോ. മതചിഹ്നം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ദല്ലാൽ പണി എടുക്കുന്ന ഗവർണർ തന്റെ അധികാരം സാർവത്രികമാണ് അല്ലെങ്കിൽ പരമാധികാര അധികാരം കൈയാളുന്ന ആളാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഗവർണർ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ശക്തമായ പ്രതിഷേധം ഉയരും. പക്ഷേ സജീവ്, രജിസ്ട്രാർ നൽകിയ വിശദീകരണത്തിൽ ഇത് ഭാരതാംബ എന്നതൊരു മതചിഹ്നമാണോ എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ആ നിലയിൽ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഭാരതാംബ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പേര് വിളിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. കാരണം അങ്ങനെയുള്ള കാഴ്ചപ്പാട് അതൊന്നുമല്ല. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങുന്ന ആ സങ്കല്പത്തിൽ ഉയർന്നിട്ടുള്ള ഒരു ബോധമൊന്നുമല്ല RSS ഉയർത്തുന്നത്. RSSന്റേതായിട്ടുള്ള ഏറ്റവും വിധ്വംസകമായിട്ടുള്ള രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി ഉപയോഗിക്കുന്ന ഒരു ചിഹ്നം. അതിനപ്പുറത്തേക്ക് അതിന് വലിയ പേരുകളൊക്കെ കൊടുത്ത് നിങ്ങൾ അതിനെ പൊതുവൽക്കരിക്കരുത്, സാമാന്യവൽക്കരിക്കരുത്. അത് തെറ്റാണ്. അപ്പോ അതുകൊണ്ട് തന്നെ RSSന്റെ ആ ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഗവർണറെ ഏത് അറ്റത്തും വരെ പോയി പ്രതിരോധിക്കുക എന്നുള്ളതാണ്. പിന്നെ സഞ്ജീവ്, അന്ന് അവിടെ ഉരുണ്ടുകൂടിയ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. SFIയുടെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്, KSUവിന്റെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ സംഘാടകർ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ന നിലപാട് നിൽക്കുന്നുണ്ട്. രാജ്ഭവൻ പോലെ ഒരു നിർണായകമായ വളരെ പ്രധാനമായ ഒരു ഘടകം അവിടെ നിൽക്കുന്നുണ്ട്. ഗവർണർ വരാൻ പോകുന്ന ചടങ്ങാണ്. യഥാർത്ഥത്തിൽ രജിസ്ട്രാർ ആ സമ്മർദ്ദങ്ങൾക്കിടയിൽ പെട്ടുപോവുകയായിരുന്നു എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ ഇരയാക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ നടപടി നേരിടേണ്ടി വരുമ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു പോകുമോ? എന്തിനൊറ്റപ്പെടണം? നിങ്ങൾ ശരിയായ നിലപാടെടുത്ത് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിന്റെ പ്രതിലോമ ശക്തികൾ നിങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾ ശരിയുടെ ഭാഗത്താണെങ്കിൽ നിങ്ങളോടൊപ്പം ജനമുണ്ടാവും, നിങ്ങളോടൊപ്പം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുണ്ടാവും. അതിൽ അദ്ദേഹം ഒറ്റയ്ക്ക് പോകേണ്ട ഒരു കാര്യവുമില്ല. അല്ല, പക്ഷെ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ലോ, ഒരു ഉദ്യോഗസ്ഥനല്ലേ. അദ്ദേഹത്തിനൊപ്പം ജനങ്ങൾ മാത്രം പോരല്ലോ, നിയമവും സംവിധാനവും വേണ്ടേ? അല്ല, നിയമവും സംവിധാനവും നാട്ടിലുണ്ടല്ലോ. ഇപ്പോൾ ഭരണഘടന മുന്നിൽ നിൽക്കുകയാണല്ലോ. ആ ഭരണഘടന വെച്ച് തിരികെ പോരാടും. വേറെ സംശയമില്ല. അതിന് നിയമ നടപടിക്ക് അദ്ദേഹം പോകുമെന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. സർക്കാർ അതിന് പിന്തുണ നൽകും. അത് എങ്ങനെയാണ് സർക്കാർ തീരുമാനിക്കേണ്ടത്. SFI എന്ന നിലയിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് നിരുപാധികമായി പിന്തുണ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആ ഒരു ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ശരിയായ നിലപാടാണ് ഉയർത്തിപ്പിടിച്ചത് എന്ന നല്ല ബോധ്യത്തിൽ അദ്ദേഹം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. കാരണം ഭരണഘടനാപരമായി ഒരു ഗവർണർ ചെയ്യേണ്ട പ്രവർത്തനമല്ല കേരളത്തിലെ ഗവർണർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും. ശരി, എന്തായാലും സഞ്ജീവ്, നിലപാട് വ്യക്തമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ രജിസ്ട്രാർക്ക് പരാജയപ്പെട്ടു പോയി. എന്താണ് താൻ എടുത്ത നടപടി, അത് ഇപ്പോൾ മതചിഹ്നമാണോ അവിടെ ഉണ്ടായിരുന്നത് എന്ന നിലയിലൊന്നും പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പെട്ടെന്ന് നടപടിയിലേക്ക് പോയത്. അദ്ദേഹത്തിന് നിയമപരമായി ഏത് സാധ്യതകളാണുള്ളത് എന്ന് അത് പ്രയോജനപ്പെടുത്തിയിട്ട്. വളരെ നന്ദി ശ്രീ സഞ്ജീവ് പ്രതികരിച്ചു. ഇപ്പോൾ